നമസ്കാരം. ഉത്തരാഖണ്ഡിൽ നിന്ന് തികച്ചും അഭിമാനകരമായ ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സംസ്ഥാനത്തെ ആദ്യത്തെ ആധുനിക മദ്രസ ആരംഭിച്ചിരിക്കുകയാണ് ഉത്തരാഖണ്ഡ് വഖഫ് ബോർഡ്. NCERT പാഠ്യപദ്ധതിക്ക് കീഴിൽ പൊതുവിദ്യാഭ്യാസം നൽകുന്ന അറബിക് പുറമെ സംസ്കൃതവും ഐച്ഛിക വിഷയവുമായി എടുക്കാവുന്ന മദ്രസയാണിത്. 50 ലക്ഷം രൂപ ചെലവിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം മോഡൽ മദ്രസ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെന്നും മാർച്ചിൽ അടുത്ത അക്കാദമിക് സെഷൻസ് മുതൽ ക്ലാസുകൾ ആരംഭിക്കുമെന്നും ഉത്തരാഖണ്ഡ് വഖഫ് ബോർഡ് ചെയർമാൻ ഷദാബ് ഷംസ് പറഞ്ഞു. റഡാഗുഡിലെ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള മുസ്ലിം കോളനിയിലാണ് മദ്രസ സ്ഥിതി ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സംയോജിത വിദ്യാഭ്യാസത്തിനായി സമീപത്തെ മദ്രസകളിലെ വിദ്യാർത്ഥികളെ ഇവിടെ എത്തിക്കുമെന്ന് ചെയർമാൻ പറഞ്ഞു. ഈ വർഷാവസാനത്തോടെ സംസ്ഥാനത്തെ 8 മുതൽ 10 വരെ മദ്രസകൾ നവീകരിക്കാൻ വഖഫ് ബോർഡ് പദ്ധതിയിട്ടുണ്ടെന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള ചെറിയ മദ്രസകൾ മികച്ച സ്ഥലത്ത് ഒരു കേന്ദ്രമായി മാറ്റുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ മദ്രസകളിലെ വിദ്യാർത്ഥികൾ രാവിലെ NCERT പാഠ്യപദ്ധതിക്ക് കീഴിലുള്ള പൊതുവിഷയങ്ങൾ പഠിക്കുമെന്നും വൈകുന്നേരം ഖുർആൻ ഉൾപ്പെടെയുള്ള മതവിദ്യാഭ്യാസത്തിനായി നീക്കിവെക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഭഗവാൻ രാമനെ കുറിച്ചുള്ള ഭാഗങ്ങളും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ആധുനിക മദ്രസ പഠനത്തിനെ വിമർശിച്ചുകൊണ്ട് ഇതിനോടകം തന്നെ നിരവധി ഇസ്ലാമിസ്റ്റുകൾ രംഗത്തെത്തിയിട്ടുണ്ട്. തികച്ചും ഹിന്ദു വിരുദ്ധതയാണ് ഇവർ പ്രകടമാക്കുന്നതും ഭഗവാൻ രാമനെ കുറിച്ചുള്ള പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തേണ്ടതില്ല എന്നാണ് ഇവരുടെ വാദം. എന്നാൽ ഈ സംഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ചർച്ചയായിരിക്കുകയാണ്. ഈ ആധുനിക മദ്രസകളിലെ വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസവും യൂണിഫോമും പുസ്തകവും വഖഫ് ബോർഡ് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംസ്കൃത അധ്യാപകരെയും ഉടൻ നിയമിക്കും. എന്നാൽ ഇസ്ലാമിക പഠനവുമായി ബന്ധപ്പെട്ട് രാജ്യത്തുടനീളമുള്ള മദ്രസകളിൽ പരിശോധനകൾ നടന്നിരുന്നപ്പോൾ മതസൗഹാർദ്ദത്തിന്റെ മാതൃകയായ ഒരു മദ്രസയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. തൃശൂർ ജില്ലയിലെ മാലിക് ദിനാർ ഇസ്ലാമിക് കോംപ്ലക്സ് നടത്തുന്ന അക്കാദമി ഓഫ് ശരിയ ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലാണ് ഇത്തരത്തിൽ സംസ്കൃതവും ഉപനിഷത്തുകളും പുരാണങ്ങളും പഠിപ്പിച്ചിരുന്നത്. വെള്ളവസ്ത്രവും തൊപ്പിയും ധരിച്ച നിരവധി ഇസ്ലാം വിദ്യാർത്ഥികളാണ് ഹിന്ദു ഗുരുക്കന്മാരുടെ മേൽനോട്ടത്തിൽ സംസ്കൃത ശ്ലോകങ്ങളും മന്ത്രങ്ങളും വായിച്ചു പഠിക്കുന്നത്. വിദ്യാർത്ഥികൾ വിവിധ ശ്ലോകങ്ങളുടെ പാരായണം പൂർത്തിയാക്കുമ്പോൾ അധ്യാപകർ സംസ്കൃതത്തിൽ തന്നെയാണ് ക്ലാസുകൾ എടുക്കുന്നത്. ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ക്ലാസ്സിൽ വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിലുള്ള എല്ലാ സംഭാഷണങ്ങളും സംസ്കൃതത്തിൽ തന്നെ നടക്കുന്നു എന്നതാണ് പ്രത്യേകത. ഇതര മതങ്ങളെക്കുറിച്ചുള്ള അറിവും അവബോധവും വിദ്യാർത്ഥികളിൽ സൃഷ്ടിക്കുകയെന്നതാണ് ലക്ഷ്യം. കൂടാതെ 8 വർഷത്തോളം ഈ മദ്രസയിൽ ഭഗവതം, ഉപനിഷത്തുകൾ, മഹാഭാരതം, രാമായണം എന്നിവയുടെ പ്രധാന ഭാഗങ്ങൾ സംസ്കൃതത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. പവേർഡ് ബൈ ജ്യോതിസ്. റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.